എല്ലാ പ്രിയപ്പെട്ടവർക്കും ചാമക്കാല മീഡിയ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്, ഇന്ന് റാപ്പ് സിംഗർ എന്ന് പറയുന്ന കുറച്ച് സിംഗേഴ്സ് വന്നിട്ടുണ്ട്. അവരെക്കുറിച്ച് രണ്ടു വാക്ക് പറയാൻ. ഒന്ന് നമ്മുടെ വേടൻ, പിന്നെ ഡെപ്സി, പിന്നെ വേറെ ഒന്ന് രണ്ട് പേരും കൂടി ഉണ്ട്. അവരുടെയൊക്കെ പെർഫോമൻസ് നമ്മൾ യൂട്യൂബ് ചാനലിൽ കൂടെ കാണാറുണ്ട്. എല്ലാം നല്ലത് തന്നെ. പക്ഷേ ഡെപ്സി ഈ ഇടയ്ക്ക് ദമാമിൽ, സൗദിയിൽ ദമാമിൽ വന്നിട്ട് കുറേ കോപ്രായങ്ങളൊക്കെ കാണിച്ചു കൂട്ടി. അതൊക്കെ എന്തെങ്കിലും ആട്ടെ, അതൊക്കെ അവരുടെ കാര്യം. ഞാൻ പറയാൻ വന്നതൊന്നുമില്ല. ഈ ഡെപ്സിയും വേടനും അതുപോലെ മറ്റുള്ള റാപ്പ് സിംഗേഴ്സൊക്കെ വരുന്നതിന് മുമ്പ് നമ്മുടെ കേരളത്തിൽ നമ്മളെല്ലാം ഇളക്കി മറിച്ചിരുന്ന ഒരാളുണ്ടായിരുന്നു. ആരാണെന്ന് ഞാൻ പറയാണ്ട് തന്നെ നിങ്ങൾക്കറിയാം. നമ്മളെ വിട്ടുപിരിഞ്ഞു പോയ നമ്മുടെ കലാഭവൻ മണിച്ചേട്ടൻ. മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്ത് ഇന്ന് ഉള്ള ന്യൂ ജനറേഷൻ പിള്ളേര് അല്ലാതെ ഇതിനു മുമ്പുണ്ടായിരുന്ന ജനറേഷനിലുള്ള എല്ലാവരും ആടിത്തിമിർത്തുകൊണ്ട് ഒരുപാട് വേദികളിൽ, നമ്മുടെ നാട്ടിലായാലും ശരി, ഗൾഫ് നാടുകളിലായാലും ശരി, അമേരിക്ക, യൂറോപ്യൻ രാജ്യങ്ങളിൽ മിക്ക സ്ഥലത്തും മണിച്ചേട്ടൻ പോയി കണ്ടിട്ട് ഇടിക്ക് പൊളിച്ചു വന്നിട്ടുള്ളതാണ്. അവസാനം പുള്ളി ഖത്തറിൽ വരുന്ന സമയത്ത് ഞാനുണ്ടായിരുന്നു പ്രോഗ്രാമിൽ. പുള്ളിയുടെ കൂടെ ഞാൻ പോയിരുന്നു. അന്ന് അവിടെ ഉണ്ടാക്കിയൊരോളം, ആ പരിപാടി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പരിപാടി ശരിക്കും പൊട്ടിപ്പൊളിഞ്ഞു പോയതാണ്. പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ നക്ഷത്രരാവ് എന്ന് പറയുന്ന ഒരു പരിപാടി ഖത്തറിൽ ഗംഭീരമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ജനങ്ങൾ മൊത്തം കൂകി വിളിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന ഒരവസ്ഥയുണ്ടായിരുന്നു. ആ സമയത്ത് മണിച്ചേട്ടനാണ് ആ പരിപാടിയിൽ അത്രയും ഇറങ്ങിപ്പോയ ആൾക്കാരെ മുഴുവൻ തിരിച്ചിരുത്താൻ മണിച്ചേട്ടന് മാത്രമേ കഴിഞ്ഞുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മണിച്ചേട്ടൻ്റെ അവസരം കിട്ടിയത് പാടാൻ. ഇതിനു മുമ്പ് ഒരുപാട് താരങ്ങൾ, ദിലീപേട്ടനുണ്ടായിരുന്നു, ജയറാമേട്ടനുണ്ടായിരുന്നു, മമ്മൂട്ടി, മോഹൻലാൽ, അതുപോലെ വലിയ വലിയ താരങ്ങൾക്കൊക്കെ അവസരം കൊടുത്തു. അവസാനം സ്റ്റീഫൻ ദേവസി മാത്രമായി. അവരുടെ ക്രൂ മൊത്തം പോയി. അവർക്ക് യൂറോപ്പിലെ അവിടെ ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ പോയി. അവസാനം മണിച്ചേട്ടൻ സമ്മതിക്കാതെ ദേഷ്യപ്പെട്ടുകൊണ്ട്, ഞങ്ങളെല്ലാം വിചാരിച്ചത് പുള്ളി ഇനി പാടില്ല എന്ന്, ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പാടാൻ അത് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നിട്ട് ഭയങ്കരമായിട്ട് ചൂടായിട്ട് അവസാനം ആ സ്റ്റേജിലേക്ക് വന്നത് ചിരിച്ചുകൊണ്ടിടണം. മണിച്ചേട്ടൻ്റെ ചിരി എല്ലാവർക്കും അറിയാം. ആ ചിരിയിൽ മൊത്തം അവിടുന്ന് ആ സ്റ്റേഡിയത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളുകൾ മൊത്തം തിരിച്ച് കയറി വന്ന് അവിടെ ആടിത്തിമിർത്തുന്നതാണ്. പക്ഷേ പുള്ളിയുടെ ഗൾഫ് പരിപാടി അവസാനമായിട്ട് അതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ പ്രോഗ്രാം പുള്ളി പൊളിച്ചടക്കി. പിറ്റേ ദിവസം പത്രത്തിലും വന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിപാടി പൊളിഞ്ഞതിനെ സംബന്ധിച്ച് വരികയുണ്ടായി. അങ്ങനെ നല്ല നല്ല പാട്ടുകൾ ആ സമയത്ത് പാടി അവിടെ ജനത്തിന് പിടിച്ചിരുത്താൻ വേണ്ടിയിട്ട് മണിച്ചേട്ടൻ കഴിഞ്ഞു. എന്ന മണിച്ചേട്ടൻ ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ ഈ റാപ്പ് സിംഗറൊന്നും ഒന്നുമല്ല. അത് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ വേടൻ്റെ പരിപാടി ഒരുവിധം നമ്മൾ കണ്ടെടുത്തോളാം. ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷെ എന്നാലും കണ്ടിരിക്കുമ്പോൾ അത് പുള്ളി പാടുന്നതായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്ന സ്ഥാനത്ത് ഈ ഡെപ്സി പാടുമ്പോൾ നമുക്ക് ആ ഒരു ഫീലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാക്ക് ഉപയോഗിച്ചിട്ട് ട്രാക്കിൽ വരുന്നതിൻ്റെ കൂടെ ചുണ്ടനക്കണമായിരുന്നു നമുക്ക് ഇതുവരെ തോന്നിയിട്ടുള്ളൂ. പക്ഷെ അതിലെന്ത് സത്യാവസ്ഥ എന്നുള്ളത് നമുക്കറിയില്ല. നമ്മൾ നേരിട്ട് പരിപാടി കാണില്ല. പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അധികം സംസാരിക്കേണ്ട കാര്യമില്ല. എന്തായാലും മണിച്ചേട്ടൻ്റെ പരിപാടി നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. ഈ പരിപാടി ഒന്നും പറയണം, ജസ്റ്റ് ഒന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഇതുപോലൊരാൾ ഇനി വരാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ രഞ്ജുവും ഏകദേശം ഇതേ രീതിയിൽ തന്നെ കാര്യങ്ങൾ മണിച്ചേട്ടൻ ചെയ്തിരുന്ന അതേ പെർഫോമൻസ് തന്നെ രഞ്ജുവും ചെയ്യുന്നുണ്ട്. ഈ രണ്ട് വീഡിയോ ഞാൻ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. നിങ്ങളത് കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം പറയാം. അതുപോലെ മണിച്ചേട്ടൻ
ഉണ്ടാക്കിയ ഒരു ഓളൊന്നും ഇനി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ വേറൊരാൾക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പാട്ടിന് നല്ലൊരു ശൈലിയുണ്ട്. പുള്ളി പാടിയാൽ തന്നെ അത് ശരിയാവുള്ളൂ, വേറെ ആര് പാടിയാലും ശരിയാവില്ല. പക്ഷേ എനിക്കിപ്പോൾ ആകെ ഒന്നും പറയാനുള്ള എന്താണെന്നറിയോ, ഈ പാട്ടുകളെല്ലാം എടുത്ത് കണ്ടിട്ട് നമ്മുടെ പ്രസിദ്ധ ചേച്ചി എടുത്ത് പാടിയിട്ട് അത് ഇത്തിരി ഓവറാക്കണ്ടോ എന്നൊരു സംശയമുണ്ട്. പക്ഷെ അതൊന്ന് ചേച്ചി ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. എന്തായാലും മണിച്ചേട്ടൻ ഉണ്ടായിരുന്ന കാലത്തെ ഓർമ്മകൾ ഒക്കെ നമ്മളൊന്ന് പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചു എന്ന് മാത്രം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം അറിയിക്കുക. മണിച്ചേട്ടനായിട്ടുള്ള സൗഹൃദം ഒരുപാട് വർഷമായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ എല്ലാ വർഷവും മണിച്ചേട്ടൻ്റെ മാർച്ച് 6-ാം തീയതി ഒരു നല്ലൊരു പാട്ട് ഇറക്കാറുണ്ട്. ആ പാട്ട് വിവൈ മീഡിയ എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ്. വിവൈ മീഡിയ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ മണിച്ചേട്ടൻ്റെ പാട്ട് നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. എന്തായാലും ഞാൻ ഈ വീഡിയോയുടെ അടിയിൽ ആ ലിങ്ക് കൂടി കൊടുക്കാം. അതെല്ലാവരും കേട്ടിട്ട് അതിൻ്റെ കൂടി അഭിപ്രായം എന്നോട് പറയാം. അതെല്ലാവർക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ വീണ്ടും വരാം.